ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഇത് കള്ളക്കേസാണെന്നും സീത നിരപരാധിയാണെന്നും ആരാ ആ എസ്ഐയോട് പറഞ്ഞത്? ആരാ സീതയെ പുറത്തിറക്കിയത്? ഭഗവാൻ. അതിന്റെ ഒരു പിണക്കം എനിക്കുണ്ട് കേട്ടോ. നിങ്ങളെപ്പോലെയുള്ള VIP-കൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയ സെറ്റപ്പിലൊന്നും ആയിരുന്നില്ല ഫംഗ്ഷൻ. അതാ ഞാൻ വിളിക്കാതിരുന്നത്. അതെന്ത് പറ്റി? ഒരേ ഒരു മോന്റെ കല്യാണത്തിന് ചന്ദ്ര അവിടെ പിശുക്ക് കാണിക്കേണ്ടതല്ലോ. ഒന്നും പറയണ്ട രമേ, ഈ കല്യാണം എന്റെ താല്പര്യത്തോടു കൂടിയൊന്നും അല്ല. ഇത് പൂർണിമയുടെ തീരുമാനമാണ്. മഹിയേട്ട നിർബന്ധിച്ചതുകൊണ്ട് ഞാനത് സമ്മതിച്ചെന്നേ ഉള്ളൂ. അത് വേണ്ടായിരുന്നു. പ്രീതിക്ക് നമ്മുടെ ക്ലബിൽ നിന്ന് തന്നെ എത്രയെത്ര നല്ല ആലോചനകൾ വന്നതാ. മക്കളുടെ ഭാവിയുടെ കാര്യത്തില് ഇത്രയും കോംപ്രമൈസ് ഒന്നും പാടില്ല. എന്റെ അർജുന്റെ കാര്യം അറിയാലോ. ഏറ്റവും ബെസ്റ്റ് മാത്രമേ ഞാൻ അവന് വേണ്ടി സെലക്ട് ചെയ്യൂ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല രമേ, പൂർണിമ ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്. എല്ലാം കേട്ട് സമ്മതം മൂളേണ്ട അവസ്ഥയാണിപ്പോ എനിക്ക്. സത്യം പറഞ്ഞ അതുകൊണ്ടുകൂടിയാ നമ്മുടെ ക്ലബിൽ ആരെയും ഞാൻ ഫംഗ്ഷന് വിളിക്കാഞ്ഞത്. ആ ദാരിദ്ര്യ ഫംഗ്ഷന് വന്നാ അതിന്റെ നാണക്കേട് എനിക്ക് തന്നെയല്ലേ. പിന്നെ രമയായതുകൊണ്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ചന്ദ്രയുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. താൻ വിഷമിക്കാതെ. നമ്മളെക്കാൾ കുറഞ്ഞൊരു ബന്ധമാവുമ്പോ ചന്ദ്രയുടെ കാൽ കീഴിൽ തന്നെ ആ പെൺകുട്ടി നിന്നോളൂല്ലോ. ആ ഒരു പ്രതീക്ഷയിലാ ഞാനും. കല്യാണം നമ്മളാണ് നടത്തുന്നത്. അത് നമുക്ക് ഗംഭീരമാക്കണം. തുടക്കം മുതൽ എല്ലാത്തിനും എനിക്കൊപ്പം രമയുണ്ടാവണം. തീർച്ചയായും. നമ്മുടെ ക്ലബില് എനിക്ക് ഏറ്റവും അടുപ്പം ചന്ദ്രയായിട്ടല്ലേ. വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം ഭംഗിയായി നടന്നോ? ക്ലബിൽ നിന്ന് എല്ലാരും ഉണ്ടായിരുന്നോ? അതേക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. മിസസ് നായരുടെ വക ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. അതേക്കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് വിശദമായിട്ട് പറയാം. എനിക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ദിവസം സൗകര്യം പോലെ വീട്ടിലേക്ക് വാ. നമ്മൾ ഒന്നിച്ചു കൂടിയിട്ട് കുറെ നാളായില്ലേ. ഫാമിലി ആയിട്ട് വാ. ശരി, വരാം. എന്നാ ശരി, എനിക്കൊരു കോള് വരുന്നുണ്ട്. ഓക്കെ, ശരി. രമാദേവിയും കുടുംബവും ഒരു ദിവസം ഇവിടേക്ക് വരുന്നുണ്ട്. അത് നന്നായി. ഞാനും ജയരാമനൊന്ന് കാണാതിരിക്കായിരുന്നു. അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നായിരുന്നല്ലോ പൃഥ്വിയുടെ എൻഗേജ്മെന്റ്. അതുകൊണ്ട് അന്ന് പോവാൻ പറ്റിയില്ലല്ലോ. ചെറിയമ്മായി എൻഗേജ്മെന്റിന് അവരെ ക്ഷണിച്ചിരുന്നില്ലേ? ഇല്ല. എങ്ങനെ ക്ഷണിക്കും? അത്രയ്ക്ക് നല്ല ബന്ധമാണല്ലോ നീ എന്റെ മോന് വേണ്ടി കണ്ടെത്തിയത്. ഈ ബന്ധത്തിന് എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. ദരിദ്രവാസി കൂട്ടങ്ങള്. എന്തിനാ ചെറിയമ്മായി ഒരാളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? പണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഒരാളുടെ മൂല്യം നിർണ്ണയിക്കുന്നത്? ഇങ്ങനെ വലിയ വർത്താനം പറഞ്ഞോണ്ടൊന്നും കാര്യമില്ല. എന്റെ ക്ലബിലെ ഫ്രണ്ട്സ് ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്ന് അറിയാലോ. അവരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഫംഗ്ഷൻ ആയിരുന്നോ പൃഥ്വിയുടെ എൻഗേജ്മെന്റ്? പൈസ ലാഭിക്കാൻ വേണ്ടി ഒരു AC ഹോള് പോലും അവര് ബുക്ക് ചെയ്തിരുന്നില്ല. സത്യത്തിൽ അവിടെ ചെന്ന് കണ്ടപ്പോ ആരെയും വിളിക്കാത്തത് നന്നായെന്നാ എനിക്ക് തോന്നിയത്. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഇപ്പോഴെന്തിനാ അതൊക്കെ പറയുന്നേ? അതെ, കല്യാണം ചെറിയമ്മയുടെ ഇഷ്ടം പോലെ നടത്താം. എന്താ പോരെ? രമാദേവി ആന്റിയും ഫാമിലിയും നമുക്ക് ധ്വനിമോളുടെ പിറന്നാളിന് ഇങ്ങോട്ട് ക്ഷണിക്കാം. അത് നല്ല കാര്യമാണ്. അതാകുമ്പോ ഉടനെ നടക്കാൻ പോകുന്ന ഫംഗ്ഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജയരാമനോട് സംസാരിക്കാം. എന്റെ വകയായിട്ട് ക്ഷണിക്കുകയും ചെയ്യാം. ശരി, ഞാൻ രമയോടും പറയാം. രമാദേവിയും കുടുംബവുമായി ഒരു ബന്ധം പുതുക്കി സൂക്ഷിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. ബർത്ത്ഡേക്ക് ചെറിയമ്മയ്ക്ക് വിളിക്കേണ്ടവരൊക്കെ വിളിച്ചോളൂ കേട്ടോ. ഞാനിന്ന് നോക്കിയിട്ട് ലിസ്റ്റ് തയ്യാറാക്കട്ടെ. ഒരുപാട് പേരുണ്ടാവും. ആയിക്കോട്ടെ. ക്ലബിലുള്ള പൊങ്ങച്ചൻ ടീമിനെ വിളിക്കാനുള്ള പോക്ക.
ഇത്തവണത്തെ മോളുടെ ബർത്ത്ഡേ നമുക്ക് അടിപൊളിയാക്കാട്ടോ. ജോലി കഴിഞ്ഞില്ലേ ചന്ദ്രാമ്മ? ആ കഴിഞ്ഞു. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. സീത കിടന്നോ? അമ്മ ഉറങ്ങി. ആദ്യമായിട്ട് അമ്മ പോലീസ് സ്റ്റേഷനിൽ കയറുന്നു. അതിന്റെ വിഷമമുണ്ട് പാവത്തിന്. വാശിയും പിണക്കവും മനസ്സിൽ വെച്ച് ആളുകൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യാനാ മോളെ? പിന്നെ ഒന്നും സംഭവിക്കാതെ ഇന്ന് തന്നെ ഇറങ്ങാൻ പറ്റിയല്ലോ, അത് തന്നെ ഒരു സമാധാനം. അല്ല, ഇത് കള്ളക്കേസാണെന്നും സീത നിരപരാധിയാണെന്നും ആരാ ആ എസ് ഐയോട് പറഞ്ഞത്? ആരാ സീതയെ പുറത്തിറക്കിയത്? ഭഗവാൻ. സീതാന്റിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് ഭഗവാനാ. ഇത് ഞാൻ പറഞ്ഞതല്ല ചന്ദ്രാമേ, ഈ നിൽക്കുന്ന ആള് തന്നെയാ പറഞ്ഞത്. ഭഗവാനായാലും ഇന്ദ്രനായാലും ഇയാൾക്ക് എന്താ? താൻ ഒരു സഹായത്തിനും വന്നില്ലല്ലോ, പിന്നെ കൂടുതൽ സംസാരിക്കാൻ വരണ്ട. ഇപ്പൊ ശരിക്കും മനസ്സിലായി തന്നെ ഒന്നിനും കൊള്ളില്ലെന്ന്. മോളെ മോളെ അങ്ങനെയല്ല, സ്റ്റേഷനിലേക്ക് വരാൻ മഹി ഇറങ്ങിയതാ. അപ്പോഴാ രമാ മേഡം. ഞാനും കൂടി സ്റ്റേഷൻ വരെ പോയിട്ട് വരാച്ചാ. ശരി. മഹി, നീ എവിടേക്കാ? ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോകാന്ന് കരുതി. ഇവിടെ നിന്ന് ആരും ഈ പേരും പറഞ്ഞ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ല. അതാ ഉണ്ടായത്. മോള് മഹിയെ തെറ്റിദ്ധരിച്ചതാ. നേരത്തെ ഞാനിത് പറയണമെന്ന് കരുതിയതാ, പക്ഷെ അത് പറ്റിയില്ല. ഞാനന്ന് തന്നോട് പറഞ്ഞില്ലേ എന്ത് പ്രശ്നത്തിലും കൂടെ കാണുമെന്ന്. അത് വെറുതെ നേരം പോക്കിന് പറഞ്ഞതല്ല, ഞാൻ ശരിക്കും മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞത്. എനിക്കറിയാം തന്റെ മനസ്സിൽ ഇപ്പോഴും പശ്ചാത്താപാണെന്ന്. അത് സഹാരമില്ലടോ. താൻ അറിയാതെ ഓരോന്ന് പറഞ്ഞതല്ലേ, ഞാനത് അപ്പോഴേ വിട്ടു. താനതൊന്നും മനസ്സിൽ വെക്കണ്ട, സോറിയും പറയണ്ട. അയ്യടാ, ആര് സോറി പറയാൻ?